ഇന്ന് ഒരുപാട് പ്രതികരണങ്ങൾ ഈ ദിവസം വരികയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി കൂടി പുറത്തു വന്നതോടെയാണ് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയത്. ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ രാജിക്കായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുമുള്ള മുറവിളി ശക്തമായി ഉയരുന്നു. ഉടനടി പുറത്താക്കണമെന്ന് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ആവശ്യമുന്നയിച്ചു. ഉചിതമായ സമയത്ത് പാർട്ടി ഉറപ്പുള്ള തീരുമാനം ആലോചിച്ച് എടുക്കുമെന്നാണ് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം ഈ ദിവസം ഉണ്ടായത്. അതൊന്ന് കേൾക്കാം. കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഇല്ല. കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. അവർ പ്രതികളെ ഭരണത്തിൻ്റെ ബലത്തിലും പാർട്ടിയുടെ തണലിലും സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ പരാതി ഉയരുന്നതിന് മുൻപേ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു നടപടികൾ ആലോചിക്കേണ്ടതാണ്. ഓരോ സാഹചര്യവും അതിൻ്റേതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ഗൗരവമുള്ള പരാതി കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഉറച്ച ശബ്ദങ്ങൾ കോൺഗ്രസിൽ നിന്നും കേൾക്കുന്നത്. ഇനി എന്താണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഉചിതമായ നടപടി എന്ന പ്രതികരണം വരുന്നുണ്ട്. അത് എപ്പോൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നോടൊപ്പം രാജീവ് ദേവരാജും അഭിലാഷ് മോഹൻ കൂടി ചേരുന്നുണ്ട്. രാജീവിടെ, ഈ രണ്ടാമത്തെ ഈ പരാതി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ഈ ദിവസം കേട്ട ശബ്ദങ്ങൾ അങ്ങേയറ്റം ഉറച്ച ശബ്ദങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടത് വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന ശബ്ദമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ കേട്ടു. ഇപ്പോഴും ഒരു അർത്ഥവിരാമം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇട്ടുപോകുന്നത്? കാരണം ഉചിതമായ സമയത്ത് ഞങ്ങൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയാണ്. രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചു ഒരു 11 മണിയോടെ യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാകുന്നു. പിന്നീട് കേട്ടത് എന്താണ്? കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന രീതിയിലേക്കാണ്. ഈ വിഷയത്തിൽ എപ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു? ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഒന്നും ഇതല്ലെങ്കിൽ മറ്റു കോടതികൾക്കോ അതൊന്നും കാത്തിരിക്കുന്നില്ല, അതിനു മുൻപേ തന്നെ തീരുമാനമെടുത്തതിനെക്കുറിച്ച് വലിയ ആർജവത്തോടെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ ഉള്ള പാർട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വനിതാ നേതാക്കളായാലും കെ മുരളീധരനെ പോലുള്ള നേതാക്കളായാലും വളരെ കടുത്ത ഭാഷയിൽ നടപടി വേണം, പുറത്താക്കണം. അല്ലെങ്കിൽ ഇന്ന് കെ മുരളീധരൻ കെ മുരളീധരൻ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ കേട്ടത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ പറയുന്ന എല്ലാ ആവേശം ഉണ്ടാകുമ്പോൾ ഈ നേതൃത്വത്തിന് മുന്നിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം തണുത്തു പോവുകയാണ്. എവിടെയോ എന്തോ ഒരു ഉടക്ക് പറ്റി നിൽക്കുകയാണ്. അത് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ചില തീരുമാനങ്ങളെടുത്തു. പക്ഷേ ഇന്ന് ഈ രണ്ടാമത്തെ പരാതി വരികയും അത് പോലീസിൽ എത്തുകയും അത് രണ്ടാമത്തെ പരാതി വളരെ ഗൗരവമുള്ളതാണ്. അതായത് ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം വെച്ചാൽ വിവാഹാലോചന നടക്കുന്നു, അത്തരത്തിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി ഈ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി, അതായത് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ഇങ്ങനെ ഒരാളാണോ നമ്മുടെ സമൂഹത്തിൽ ജനപ്രതിനിധിയായത്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായത്, ഇത്ര വളരെ ചിരിച്ച് വളരെ പ്രസന്നവദനായി ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ടത്? ലൈംഗിക വേട്ടക്കാരൻ എന്ന ഒരു പ്രയോഗമാണ് അതിനകത്ത് ആ പെൺകുട്ടി വേദനയോടെ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ആ പെൺകുട്ടിയുടെ അനുഭവത്തിൽ നിന്നാണ് ആ പെൺകുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ സമൂഹത്തിന് മുന്നിൽ കാണുന്ന ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ള ഒരു വലിയ ഒരു ഞെട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയിലൂടെ നമുക്ക് നമ്മളിലുണ്ടാക്കുന്ന ഒരു വികാരം അതാണ്. ഇവിടെ അഭിലാഷ്, പൊളിറ്റിക്കലി ഈ വിഷയത്തെ നമുക്കറിയാം, കേരള പോലീസിൻ്റെ ഒക്കെ തന്നെ എത്രത്തോളം കാര്യക്ഷമത നമുക്കറിയാം. അപ്പോൾ ഇവിടെയൊക്കെ പോയി മാത്രമല്ല ട്രേസ് ചെയ്യാനും എളുപ്പമാണ്. കാരണം വേറൊരു മറ്റൊരു മുഖമല്ല, കൃത്യമായിട്ട് രാഹുലിനെ അറിയാം. ഇത് വേറെ എങ്ങുമല്ല പോയിരിക്കുന്നത്, നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനമാണെന്ന് പറയും. എന്നിട്ട് കൂടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു നിസ്സംഗത മനോഭാവമുണ്ട്. അതിനെ രാഷ്ട്രീയമായിട്ട് പല വിശകലനങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഷയം എളുപ്പം പരിഹരിക്കാമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ്, രണ്ടാമത്തെ കേസ് കൂടി വരികയാണ്, പുറത്താക്കും അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് എന്താ പുറത്താക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് പെട്ടെന്ന് എത്താം. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ എന്തൊക്കെ ഒരു ആശയക്കുഴപ്പം, അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് ശേഷിക്കുന്നത്, എവിടെ നിന്ന് മനസ്സിലാക്കണം നമ്മൾ? കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ സമ്പൂർണ്ണമായ ആശയക്കുഴപ്പമാണ്. ഇപ്പോൾ ഒരു കൂടയിൽ 100 പഴങ്ങളിൽ ഒരെണ്ണം ചീഞ്ഞാൽ അതെടുത്ത് പുറത്ത് കളയുക എന്ന പ്രാഥമികമായ മാനേജ്മെൻറ്റ് പാഠം ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. ഇത് ആദ്യമായി വരുന്ന വിഷയമല്ല. കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ പരാതികളുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കൃത്യമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത്
രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളും വളരെ നിശ്ചിതമായ നിലപാട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണം, എക്സ്ട്രീം സ്റ്റെപ്പ് വേണം, MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണം എന്ന നിലപാടെടുത്തവരാണ്. ഈ രണ്ടുപേരുടെയും നിലപാട്, ഈ രണ്ടുപേരും ഇതേ നിലപാടെടുത്തിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ വിജയിച്ചില്ല. അപ്പോൾ ഇന്ന് എത്ര ഒഴുക്കൻ മട്ടിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിക്കുന്നത്. KPCC പ്രസിഡന്റിന്റെ ആർജവമില്ലാത്ത നിലപാട്, ഈ വിഷയത്തിൽ രാഹുലിന് അനുകൂലമായി വന്ന നിലപാട്, പരോക്ഷമായി അനുകൂലമായി വന്ന നിലപാട് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. KPCCക്ക് ഇക്കാര്യത്തിൽ സ്റ്റേണായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് രാഹുൽ വീണ്ടും പാലക്കാട് സജീവമാവുകയും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഴുപ്പ് കോൺഗ്രസ് ചുമക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ KPCCയുടെ അയഞ്ഞതും ദുർബലവുമായിട്ടുള്ള നിലപാടിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഇവിടെ സതീശനും രമേശ് ചെന്നിത്തലയും തുടക്കം മുതൽ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കൾ നിരന്തരം രാഹുലിനെ ഷീൽഡ് ചെയ്യുന്നത് നമ്മളുണ്ട്. AI ആണെന്ന വാദം പോലും ഒരു ഘട്ടത്തിൽ അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ചു. ഇത് തെരഞ്ഞെടുപ്പ് കെണിയാണെന്ന് ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം UDF കൺവീനറാണ് പറയുന്നത്. MM ഹസൻ രാഹുലിനെ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ A ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കളും ഒക്കെ ഷീൽഡ് ചെയ്യുന്നത് കണ്ടു. KPCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ വളരെ മൃദുലമായ നിലപാടെടുത്തു. അപ്പോൾ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാടിന് അനുഗുണമായ നിലപാട് സ്വീകരിക്കാൻ മറ്റ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല പാലക്കാട് മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രവർത്തകർ കൈകാര്യം ചെയ്ത രീതിയുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത് രമേശ് ചെന്നിത്തലയെ ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. രമേശ് ചെന്നിത്തലയാണ് അവിടെ അപമാനിതനായത്. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം പ്രസ് ക്ലബ്ബിൽ തീരുമാനിച്ചിട്ട് വേണ്ട, നിങ്ങളെ ഈ കൺവെൻഷൻ നടക്കുന്ന ഹാളിന് മുമ്പിൽ കാണാമെന്ന് തീരുമാനിച്ച് മാധ്യമങ്ങളെ അറിയിച്ച് അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ ഈ ഹൂളിഗൻസിന് കഴിയുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സമ്പൂർണ്ണമായി അഴിച്ചുവിടപ്പെട്ട, ഒരു തരത്തിലും കെട്ടുറപ്പില്ലാത്ത ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. നേതാക്കൾ ഒരുപക്ഷെ നോക്കൂ, രാജു പി നായരെ പോലെ ഒരു നേതാവ് ഫേസ്ബുക്കിൽ രാഹുൽ ഗാന്ധിയെയല്ല, രാഹുൽ മാങ്കൂട്ടത്തെയല്ല, രാഹുൽ ഈശ്വറിനെ വിമർശിച്ചപ്പോൾ കൊണ്ട സൈബർ അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ സൈബർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അവർ തന്നെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഈ പറയുന്ന ആൾക്കൂട്ടത്തിന് വിളയാട്ടം ഉണ്ടാകുന്നു. ആ നിലയിലേക്ക് അവർ അഴിഞ്ഞ സംവിധാനമായി കോൺഗ്രസ് പോയത് കോൺഗ്രസിന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ടാണ്. അതിൽ നേതൃത്വം എടുത്തിട്ടുള്ള ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ്, അങ്ങേയറ്റം വഴുവഴുപ്പൻ നിലപാട്, അതിൽ KPCC പ്രസിഡന്റിന് ഒന്നാം സ്ഥാനമുണ്ട്. അത് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഒരു കാര്യം, ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പക്ഷേ ഈ കോടതി തീരുമാനം പ്രതികൂലമായി വരികയാണെങ്കിൽ രാഹുലിന് കോൺഗ്രസ് കടുത്ത നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ഇലക്ഷൻ്റെ സമയമാണ്. ഇന്നിപ്പോഴടക്കം VD സതീശൻ എടുത്തു പറയുന്നത്, VD സതീശൻ മാത്രമല്ല എല്ലാ നേതാക്കളും പറയുന്ന വരികളിൽ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണ്, ഞങ്ങൾ ഈ ഉറച്ച നിലപാട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് കാത്തിരിക്കൂ, അതുപോലെ മറ്റ് പാർട്ടികൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? കാരണം CPMന്റെ ആരോപണ വിധേയമായ ഇപ്പോൾ നിയമസഭയിലടക്കം വന്നിരിക്കുന്ന MLA പേരും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരടക്കം പേര് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ അടുത്ത സ്റ്റെപ്പിൽ ഇവർ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ എത്രത്തോളം CPMന്റെ നേർക്ക് വരുന്നുണ്ട്? ഇപ്പോൾ ഈ CPMുമായിട്ട് ഇതിനെ കൂട്ടിക്കിട്ടുന്നതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. CPM ആവശ്യപ്പെടുന്നതിനനുസരിച്ചല്ല കോൺഗ്രസ് നിലപാടെടുക്കേണ്ടത്. കോൺഗ്രസിനെ വിശ്വസിക്കുന്ന, കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണക്കാരായ പൊതുജനങ്ങൾ, അതിനപ്പുറം പൊതുജനങ്ങൾക്കും അവർക്കൊക്കെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനം ആണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അല്ലാതെ CPMൽ എന്ത് ചെയ്യുന്നു, CPMൽ ഇത്തരത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിനപ്പുറം പൊതുജനങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് അതിൽ നിലപാടെടുക്കുന്നത്, അതാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതിനകത്ത് CPMന് അതൊക്കെ രാഷ്ട്രീയം, ആ പ്രശ്നമെല്ലാം മാറ്റിവെച്ചിട്ട് കോൺഗ്രസിൻ്റെതായിട്ടുള്ള അന്തസ്സുള്ള നിലപാടെടുക്കണം. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിലപാടെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഈ എടുക്കുന്ന ഒരു സമീപനം കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ, അതിൻ്റെ നട്ടലില്ലായ്മ, അതിൻ്റെ ഇപ്പോഴത്തെ നിസ്സഹായ അവസ്ഥ, അതെല്ലാമാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്ന പറഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ K മുരളീധരനെ പോലുള്ള ഒരു KPCC പ്രസിഡന്റിനെ ശരിക്കും കോൺഗ്രസ് കേരളത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോളാർ വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ, ഈ രാത്രിയിലുള്ള ഈ നേതാക്കളെല്ലാം വിളിച്ച് രാത്രിയിൽ എന്തിനാണ് വിളിക്കുന്നത്, സരിതയെ വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ കാര്യമാണ്, എന്താ ഭഗവത്ഗീത വായിക്കാനല്ലല്ലോ ഇവരാരും. ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിന് കാര്യത്തിൽ ഇന്നും പറഞ്ഞു, ജനപ്രതിനിധിയാക്കിയത് രാഹുലിനെ പോലെ ഒരാളിനെ ജനപ്രതിനിധിയാക്കിയത് മതിൽ ചാടാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ അത്ര കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ശക്തമായ നിലപാടെടുക്കണം, ശക്തമായ നേതൃത്വം അതിനുണ്ടാകണം, അതിന് കഴിവുള്ള നേതാക്കൾ ആ സ്ഥാനത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു വാക്കുകൂടി, ഈ ഒരു പുറത്താക്കൽ നടപടിയിലേക്കോ അല്ല മറ്റേ കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിൽ വരുന്ന നാളുകളിൽ, കാരണം ഇത് പറഞ്ഞല്ലോ, രണ്ടഭിപ്രായം നമ്മൾ ഉറച്ചു കേട്ടതാണ്, പുറത്ത് പബ്ലിക് ഡൊമൈനിൽ വാക്കുകളാണതില്ല. അപ്പോൾ അത് കെട്ടടങ്ങുമോ, അതല്ലാതെ തീക്ഷ്ണഭാവത്തിൽ
അതിനകത്തൊരു അന്തഛിദ്രമായത് മാറും. അല്ല, എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ഇത്രയധികം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് മനസ്സിലാവുന്നില്ല? പ്രോമിനൻസിലേക്ക് വന്നിട്ട് 4-5 വർഷം മാത്രമായിട്ടുള്ള ഒരു യുവ നേതാവിനെതിരെ അല്ലേ ആരോപണം? അല്ലാതെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നുമല്ലല്ലോ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇതിൽ നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് എടുക്കുന്ന ഒരു വലിയ നിലപാട് മറ്റാർക്കെങ്കിലും കഴിയുമോ? ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നു, ഞങ്ങളതാ പോലീസിന് കൈമാറിയിരിക്കുന്നു. നോക്കൂ, ഇപ്പോഴാണോ പരാതി വരുന്നത്? രമേശ് ചെന്നിത്തല പറഞ്ഞ എന്താ? KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും മുമ്പിൽ ഒരു പരാതി വന്നെന്നല്ല, 2 പരാതി വന്നെന്നല്ല, 3 പരാതി വന്നെന്നല്ല, ധാരാളം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അന്ന് ആക്ഷൻ എടുത്തോ? ഇല്ല. അന്ന് പോലീസിന് കൈമാറിയോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്? KPCC പ്രസിഡന്റ് 1-ാം തീയതി മിനിയാന്ന് പാർട്ടിക്ക് മുമ്പിൽ ഒരു പരാതിയുമില്ലെന്ന് പ്രഖ്യാപിച്ചെന്നേ വാർത്താ സമ്മേളനത്തിൽ. അങ്ങനെ ഒരാൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് KPCC പ്രസിഡന്റിന് ഈ പെൺകുട്ടി കത്തെഴുതിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഇനിയും അദ്ദേഹത്തെ ജനങ്ങളുമായി ഇടപഴകുന്ന, വനിതകളുമായും കുട്ടികളുമായും ഇടപഴകുന്ന ഫോറങ്ങളിലേക്ക് വിടരുത്, നിങ്ങളുടെ പാർട്ടി നിലപാടെടുക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടാനാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള 2ാമത്തെ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസ് ഈ പറയുന്നതിൽ എന്താ വസ്തുത? അവരുടെ മുമ്പിൽ പരാതികൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു കോൺഗ്രസുമായി അടുപ്പമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇയാളുടെ കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും അയാളെ പ്രൊമോട്ട് ചെയ്തു, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചു, പിന്നെ പാലക്കാട് ടിക്കറ്റ് കൊടുത്ത് അയാൾ തന്നെ മതി എന്ന് വാശി പിടിച്ച് ടിക്കറ്റ് കൊടുത്തു, മത്സരിപ്പിച്ചു, ഈ ലെവലിലാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ ദൂഷ്യമോ മറ്റു കാര്യങ്ങളൊക്കെ അയാൾ അഡ്രസ് ചെയ്യട്ടെ, പക്ഷേ കോൺഗ്രസ് കേരള സമൂഹത്തോട് വിശദീകരിക്കണം നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വന്ന പരാതികളിൽ ഇത്രയും കാലം പൊതുജനം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ? നിങ്ങൾ അകത്തൊരു കറക്ഷണൽ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അയാളെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും പദവിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്തുകൊണ്ട് ഇതിന് ഇത്രയും കാലം വളം വെച്ചു കൊടുത്തു എന്ന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. മറ്റാര് പറയും? തീർച്ചയായും അതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലമാണ്. അതിനേക്കാൾ ഉപരി കോൺഗ്രസിന്റെ നൈതിക സ്വഭാവമുണ്ട് ഇത്തരം വിഷയങ്ങൾ. പക്ഷേ ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് CPM ഇന്ന നിലപാടെടുത്തോ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഈ നിലപാടെടുത്തോ എന്നല്ല പറയേണ്ടത്. ഈ വിഴുപ്പ് പാണ്ഡം ചുമക്കുന്ന ഓരോ നിമിഷവും കോൺഗ്രസ് അട്ടപടലം നാറുകയാണ് എന്നുകൂടി ഓർക്കണം.